കോമൺ ആയി ചേർന്ന ചോദ്യം. ഇപ്പൊ DA ഓരോരോ കമ്പനി ഇതിപ്പോ DA 10 കൊടുക്കുന്നുണ്ടാവും, 9 കൊടുക്കുന്നുണ്ടാവും, എന്തായാലും 15 DA വരിക. അതായത് പിന്നെ HRA ഹൗസ് റെന്റ് അലവൻസ് അത് ഇതേ പറഞ്ഞ പോലെ ചുരുക്കി കൊടുക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്. PF ഈ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും കമ്പനിക്ക് അനുസരിച്ചാണ്. ഇപ്പൊ പോലീസ് കിട്ടുന്ന PF ആയിരിക്കും ഒരാള് റവന്യൂന്ന് പിരിയുന്നതാവും, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ആയിരിക്കും വേറെ. എല്ലാത്തിനും എന്താ ഡിഫറെന്റ് ആയിരിക്കും. അത് നല്ല ചോദ്യമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ DA HRA PF ഇതൊക്കെ മാറ്റം വരാം കേട്ടോ. ഞാനിത് അത് മാറ്റി വെച്ചാല് സോറി HRA പ്രൊവിഡന്റ് ഫണ്ട് PF നെറ്റ് സാലറി എന്ന് പറയുന്നത് ഇങ്ങനെ 6, അതായത് ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന അമൗണ്ട് അതായത് മാസത്തിൽ കഴിവ് കിട്ടൂലേ, കണക്ക് കൂട്ടി നമ്മൾ ഇങ്ങനെ പെർസെന്റേജ് മാറും. അതൊരു കമ്പനിയും ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് അനുസരിച്ച് മാറും. ഇപ്പൊ നമ്മൾ ബേസിക് ചെറിയൊരു കമ്പനിയിലാണ് പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ അധികം ഏകദേശം കമ്മിയാ, പക്ഷെ DA HRA ഒക്കെ മാറും. ചില ആൾക്കാർ ഇത്ര പെർസെന്റേജ് കൊടുക്കൂല, അവസരം 3 or 4 കൊടുക്കും. ഈ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു മന്തിൽ വരുന്നല്ലേ? അതെ, മന്തിൽ ആയിട്ടില്ല. അവരെ മാസം ഇതിന് ഒരു 12 മാസം ഈ പ്രൊവിഡന്റ് ഫണ്ട് അവർക്ക് ഉണ്ടെങ്കിൽ എന്താക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് താങ്കൾ ഒരു ജോലി പ്രവേശിച്ചു അല്ലെ, ഒരു 12 മാസം അവിടെ വർക്ക് ചെയ്തു, യാദൃശികമായി ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോകും അല്ലെ. അപ്പൊ ഇത്രയും വർഷം ഓരോ മാസവും ഈ PF ഇങ്ങനെ കൂടിയിട്ടാണ് ഇത്ര 12 months ആയിട്ട് കിട്ടുക. ഈ PF എന്താ കൂട്ടിയിട്ടുള്ള അമൗണ്ട് ഫൈനൽ നിങ്ങൾക്ക് തരും. അതാണ് ബില്ലിന് പോകുമ്പോൾ നിങ്ങൾ കയ്യിലേക്ക് കിട്ടുന്നത്. അതെന്താ സാലറി തരാം, അത് കാണിച്ച് നിങ്ങൾക്കുള്ള അവകാശമാണ് ഈ PF ചോദിച്ചു വാങ്ങാം. ഇത് നിങ്ങൾക്ക് മന്ത്ലി കയ്യിൽ സാലറി കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ ഈ സെക്ഷൻ? anyone doubts? അല്ല, ഓക്കെ. ആ ഫോർമാറ്റ് ഒന്ന് എനിക്ക് നമ്മുടെ HR ചെയ്യാൻ പറ്റും ഒന്ന് പറയണ്ട.